നിങ്ങളുടെ കയ്യിൽ ഒരു 5000 രൂപ ഉണ്ടെന്ന് കരുതിക്കൊള്ളുക. ഈ 5000 രൂപയെ കൊണ്ടുപോയി ഷെയർ മാർക്കറ്റിലിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് 50,000 രൂപയാക്കാൻ മാർഗമുണ്ടോ? അതിൻ്റെ ഉത്തരം ഉണ്ട് എന്ന് തന്നെയാണ്. 5000 രൂപയെ 10,000, 25,000, 50,000, 1,00,000 ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് ആക്കി മാറ്റാൻ സാധിക്കുന്ന ഷെയർ മാർക്കറ്റിലെ ഒരു സെഗ്മെൻറ്റാണ് ഡെറിവേറ്റീവ് ട്രേഡിംഗ് എന്നുള്ളത്. ഡെറിവേറ്റീവ് ട്രേഡിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നുള്ളതാണ്. 5000 രൂപ 50,000 ആക്കാൻ പറ്റുന്ന ഭയങ്കര പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡാണ് ഇത് എന്നുള്ള കാര്യം ഉള്ളപ്പോൾ തന്നെ വളരെയധികം റിസ്കി ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഡെറിവേറ്റീവ് ട്രേഡിംഗ് എന്നുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള 5000 രൂപ മൊത്തത്തിൽ വട്ടപൂജ്യമായി പോകാനുള്ള ഒരു സാധ്യതയും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 99% ആൾക്കാരും ഫെയിലാകുന്ന ഒരു സെഗ്മെൻറ്റാണ് ഡെറിവേറ്റീവ് ട്രേഡിംഗ് എന്നുള്ളത്, എസ്പെഷ്യലി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നുള്ളത്. അപ്പോൾ ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ പൈസ ആർക്കും ഉണ്ടാക്കാൻ സാധിക്കുകയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കും. 1% ആൾക്കാർ ഇതിൽ നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. 99% ആൾക്കാർ കളഞ്ഞു കുളിക്കുന്ന പൈസ മൊത്തം വാരി എടുക്കുന്നത് ഈ 1% ആൾക്കാരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 1% ആൾക്കാർ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പൈസ ഉണ്ടാക്കുന്നത്, 99% ആൾക്കാർ ലോസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഷെയർസ് പർച്ചേസ് ചെയ്യാനും വാങ്ങാനും വിൽക്കാനും ഒക്കെ ഉള്ള നോളജ് മാത്രം വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നുള്ളത്. ഇച്ചിരിയും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടി കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇറങ്ങേണ്ടുന്ന ഒരു ട്രേഡിംഗ് മെത്തേഡാണ് ഡെറിവേറ്റീവ് ട്രേഡിംഗ് എന്നുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിൽ സംവദിക്കാൻ പോവുകയാണ്. എൻ്റെ പേര് സത്യാശങ്കർ എന്നാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, എങ്കിൽ മാത്രമേ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ ചെന്ന് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമുക്ക് ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഷെയർസ് വാങ്ങുന്നത് വിൽക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് എന്നുള്ള കാര്യം നമുക്ക് ആൾക്കാർക്കും അറിയാമായിരിക്കും. ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റിലയൻസിൻ്റെ ഷെയർ വാങ്ങാം, ഐഡിയയുടെ ഷെയർ ഉണ്ട്, അങ്ങനെ എല്ലാത്തിൻ്റെയും ഷെയർസ് ഉണ്ട്. അവിടെ നമുക്ക് വാങ്ങാൻ പറ്റും, വിൽക്കാൻ പറ്റും. അതിൻ്റെ വിനിമയമാണ് നടക്കുന്നത്. അതിൽ വരുന്ന ലാഭമാണ് നമുക്ക് ലാഭം എന്നാണ് നമ്മൾ കരുതിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ തെറ്റി. ഈ ഷെയറിൻ്റെ പുറത്ത് ഊഹക്കച്ചവടം കൂടി നടത്തിയിട്ട് നമുക്കിവിടെ പൈസ ഉണ്ടാക്കാൻ സാധിക്കും. ആ ഊഹക്കച്ചവടമാണ് ഡെറിവേറ്റീവ് ട്രേഡ് എന്നുള്ളത്. നിങ്ങളിപ്പം 2,500 രൂപ 3,000 രൂപയാണ് റിലയൻസിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ്. അപ്പോൾ 3,000 രൂപ കൊടുത്ത് നിങ്ങൾ റിലയൻസിൻ്റെ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കയ്യിലിരിക്കും. അത് നിങ്ങളുടെ അസറ്റാണ്. ചിലപ്പോൾ നിങ്ങൾ 5 വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ ഈ 3,000 രൂപ ചിലപ്പോൾ 15,000 20,000 രൂപ ചിലപ്പോൾ ആയിട്ടുണ്ടാവും അല്ലേ. പക്ഷേ ഈ ഡെറിവേറ്റീവ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് ഒരു അസറ്റിനെ വാങ്ങി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കില്ല. ഇതൊരു കോൺട്രാക്റ്റാണ്. ആക്ച്വലി നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണ്. ഇത് ജസ്റ്റ് ഒരു കോൺട്രാക്റ്റാണ്. ഈ കോൺട്രാക്റ്റിൽ വരുന്ന വില വ്യത്യാസങ്ങളാണ് നമ്മുടെ ലാഭം. ഓക്കെ, അപ്പോൾ ഇത് ഇച്ചിരി കൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. ഇത് ഏറ്റവും ആദ്യം ഡെറിവേറ്റീവ് ട്രേഡിങ്ങിൻ്റെ ഡെഫിനേഷൻസ് ഒക്കെ ഉണ്ട്. ഇറ്റ് ഇസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ഡിറൈവ്സ് ഇറ്റ്സ് വാല്യൂ ഫ്രം സം അതർ അസറ്റ്. അപ്പോൾ ഇതിന് ഡെറിവേറ്റീവിന് അതിൻ്റേതായിട്ടുള്ള ഒരു വാല്യൂ ഇല്ല. ഡെറിവേറ്റീവ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ വാല്യൂ വരുന്നത് അണ്ടർലൈയിങ് അസറ്റിൽ നിന്നാണ്. ഒരു ഷെയർ അല്ല, നമ്മൾ പൈസ കൊടുത്തിട്ട് അതിനെ മേടിച്ച് ഒത്തിരി വർഷങ്ങളിലേക്ക് സൂക്ഷിച്ച് വെക്കാനൊന്നും പറ്റില്ല. ഇത് പ്യുവറായിട്ട് ട്രേഡിങ്ങിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇതിനെ ആൾക്കാർ മാക്സിമം ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുന്ന വലിയ വലിയ ഇൻവെസ്റ്റേഴ്സൊക്കെ ഉപയോഗിക്കുന്നത് ഹെഡ്ജിങ് എന്ന് പറയുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമുക്ക് ഇതിനെ പൈസ ഉണ്ടാക്കുന്ന ഒരു ട്രേഡിംഗ് മെത്തേഡായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞത് മതിയാകും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഈ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതിനുശേഷം ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും ആദ്യം ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ നമുക്ക് തക്കാളിയുടെ എക്സാമ്പിൾ എടുക്കാം. തക്കാളിയുടെ വില കിലോഗ്രാമിന് 20 രൂപയാണ്. ഓക്കെ, ഇപ്പോൾ 20 രൂപയാണ്. ഒരു ഫാർമറുണ്ട്, അദ്ദേഹം ഇപ്പം തക്കാളി നട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. ഒരു 3 മാസം കഴിയുമ്പോഴാണ് തക്കാളി വിളവെടുപ്പിന് തയ്യാറാവുക. അപ്പോൾ ഈ 3 മാസം കഴിയുമ്പോഴത്തേക്കും ഈ തക്കാളിയുടെ വില 20 രൂപ തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പുള്ളിക്ക് യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ 20 രൂപ എന്നുള്ളത് 10 രൂപയ്ക്ക് പോയേക്കാം, ചിലപ്പോൾ 100 രൂപയായേക്കാം. ഇപ്പം നിങ്ങൾ ഒരു നിങ്ങളൊരു ബയ്യറാണ് എന്ന് വെച്ച് കൊടുക്കും, നിങ്ങളൊരു കച്ചവടക്കാരനാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തക്കാളിയുടെ വില 20 രൂപയുള്ളത് ഫ്യൂച്ചറിൽ ഒരു 3 മാസം കഴിഞ്ഞ് ആ പുള്ളി വിളവെടുക്കുന്ന ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കുന്നു ഇതിൻ്റെ വില 100 രൂപ പെർ kg പോകുമെന്ന് നിങ്ങളുടെ അനാലിസിസും നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ പറയുന്നു. അപ്പോൾ ഫാർമറിൻ്റെ അനാലിസിസും ഫാർമറിൻ്റെ എക്സ്പീരിയൻസും വെച്ചിട്ട് പുള്ളി വിചാരിക്കുന്നു 20 രൂപ കിട്ടാൻ സാധ്യതയില്ല. തക്കാളിക്ക് എനിക്ക് ചിലപ്പം കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇതിൻ്റെ വില കുറഞ്ഞിട്ട് 10 രൂപയോ ആകാനും സാധ്യതയുണ്ട് എന്നുള്ള ഒരു തോട്ടാണ് കർഷകനുള്ളത്. അപ്പോൾ ഇങ്ങനെയൊരു ഇതുള്ളപ്പോഴാണ് രണ്ടാളുടെയും റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്
ഇവർ രണ്ടും കൂടി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ബയ്യറിൻ്റെ വിചാരം 100 രൂപയിൽ എത്തുമെന്നും സെല്ലറിൻ്റെ വിചാരം, അതായത് കർഷകൻ്റെ വിചാരം ഇത് 10 രൂപയിലേക്ക് എത്തുമെന്നാണ്. അപ്പോൾ നിങ്ങൾ പോയിട്ട് കർഷകനെ കോൺടാക്ട് ചെയ്തിട്ട് പറയുവാണ് 3 മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളിപ്പോൾ 5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നു, ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു 5 ടൺ 10 ടൺ അല്ലെങ്കിൽ തക്കാളി വരും. ആ ഒരു ടൈമിൽ കുറഞ്ഞാലും കൂടിയാലും സാരമില്ല, നമ്മൾ 20 രൂപ പെർ kg എന്നുള്ള വിലയ്ക്ക് നിങ്ങളുടെ വിളവ് മുഴുവൻ ഞാൻ എടുത്തോളാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുവാണ്. അപ്പം ഫാർമറും എഗ്രി ചെയ്യുവാണ്. കാരണം പുള്ളിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി മുടക്കുന്ന പുള്ളി ഒരു 10 രൂപ കിട്ടിയാൽ തന്നെ പുള്ളിക്ക് 1 കിലോയ്ക്ക് 10 രൂപ കിട്ടിയാൽ തന്നെ പുള്ളിക്ക് ലാഭമാണ്. അതിൻ്റെ പുറത്ത് ഒരു 5 രൂപയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നല്ല ലാഭമാണ്, ഒരുവിധം ലാഭമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് പുള്ളി നിൽക്കുന്നത്. അപ്പോഴാണ് ഈ പുള്ളി വന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ നിങ്ങളുടെ കാട്ടിലെ തക്കാളി മുഴുവൻ 20 രൂപ പെർ kg എന്നുള്ള നിരക്കിൽ മൊത്തം ഞാൻ എടുത്തോളാം എന്ന് പറയുമ്പം ഫാർമറിനെ സംബന്ധിച്ചിടത്തോളം ആഹാ കൊള്ളാലോ, ആ ഒരു ടൈമിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ചിട്ട് തക്കാളിയുടെ വില കുറയാനും സാധ്യത. ഈ പുള്ളി വന്നിട്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ പുള്ളിയും ഓക്കെ പറയുന്നു, ബയ്യറും ഓക്കെ പറയുന്നു. പുള്ളിയുടെ കാഴ്ചപ്പാടിൽ 100 രൂപയാവും. 20 രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് 80 രൂപയ്ക്ക് ലാഭം വെച്ചിട്ട് ഓരോ കിലോയിലും വിൽക്കാമല്ലോ എന്നുള്ള ഇതിലാണ് രണ്ടാളും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുന്നു. ഈ സൈൻ ചെയ്ത സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഫ്യൂച്ചേഴ്സ് എന്ന് പറയുക. ഇതൊരു കോൺട്രാക്റ്റാണ്. ഈ കോൺട്രാക്റ്റിലേറ്റ് എൻ്റർ ആയിക്കഴിഞ്ഞാൽ 3 മാസം കഴിയുമ്പം ആ ഒരു വില, തക്കാളിയുടെ വില കുറയുന്നോ കൂടുന്നോ അതൊന്നും മാറ്റർ ആകുന്നില്ല. നിങ്ങൾ തമ്മിൽ എന്ത് വിലയ്ക്കാണോ എഗ്രി ചെയ്തിരിക്കുന്നത് ആ ഒരു വിലയ്ക്ക് നിങ്ങൾ വാങ്ങുകയും ചെയ്യണം, ആ പുള്ളി കർഷകൻ വിൽക്കുകയും ചെയ്യണം. അതാണ് ഫ്യൂച്ചേഴ്സ്. ഇതൊരു കോൺട്രാക്റ്റാണ്. അപ്പോൾ രണ്ടാൾക്കും ഒബ്ലിഗേഷൻ ഉണ്ട്. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാളും ഈ സംഭവം എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ വാങ്ങാൻ പറ്റും. ആ ഒരു ടൈമിൽ പോയിട്ട് എന്നെക്കൊണ്ട് ഇപ്പം വില കുറഞ്ഞു എന്ന് വെച്ചോ, നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്ന കിലോയ്ക്ക് 100 രൂപ ആകുമെന്നാണ്. ആ ഒരു ടൈമിൽ തക്കാളിയുടെ വില 10 രൂപയായിപ്പോയി. തക്കാളിയുടെ വില 10 ആയല്ലോ, ഇപ്പം ഞാൻ വാങ്ങത്തില്ല എന്ന് നിങ്ങൾ പറയാൻ പറ്റുകയില്ല. ഇനി തക്കാളിയുടെ വില 100 രൂപയായി, നിങ്ങൾക്ക് 20 രൂപ തരാതിരിക്കാൻ കർഷകനും സാധിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു എഗ്രിമെൻ്റാണ് ഫ്യൂച്ചേഴ്സ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്, ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഷെയർ മാർക്കറ്റിൽ എങ്ങനെ വർക്കാവും ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഷെയർസിനൊക്കെ ഒരു മന്ത്ലി എക്സ്പയറി ഉണ്ട്. ഏത് ഷെയർ എടുത്താലും, ഇപ്പോൾ റിലയൻസ് എടുത്താലും മണപ്പുറം എടുത്താലും ഏത് ഷെയർ എടുത്താലും ഇപ്പം ഈ ഒരു മാസം എന്താണ്, ഇതിപ്പോൾ മാർച്ച് മാസമാണ്. അപ്പോൾ മാർച്ച് മാസത്തിൽ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ ഒരു എക്സ്പയറി ഡേറ്റിൽ ഇപ്പം നിലവിൽ ഷെയറിൻ്റെ വില എന്താണോ ആ ഒരു വിലയിൽ നിന്നും ചിലപ്പം കൂടാൻ സാധ്യതയുണ്ട്, കുറയാൻ സാധ്യതയുണ്ട്. കാരണം ഷെയറിൻ്റെ വില ഒരിക്കലും സ്റ്റഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയല്ല, ഇതിൻ്റെ വില കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടാനാണ് സാധ്യത എങ്കിൽ നിങ്ങൾ ആ ഒരു വിലയിലേക്ക് വില വരെ എത്തും എന്നുള്ള ഒരു ഇതിൻ്റെ പുറത്ത് നിങ്ങൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നു. ആ ഒരു ടൈമിൽ ആ ഒരു സെല്ലർ ആ വിലയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു ഷെയർ നൽകിയിട്ടുണ്ടാവണം. അപ്പോൾ അതാണ് ഫ്യൂച്ചേഴ്സ്. ഇപ്പോൾ ഫ്യൂച്ചേഴ്സിലായിട്ട് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഇതുപോലെ 1 ഷെയറോ 2 ഷെയറോ ഒന്നും പറ്റുകയില്ല. ഇതൊരു ലോട്ട് സൈസിലാണ് നമ്മൾ എടുക്കേണ്ടി വരിക. ലോട്ട് സൈസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 100, 75, 100 ഒക്കെ എടുക്കേണ്ടി വരും. ഓരോ ഷെയറിനും ലോട്ട് സൈസ് വേറെ വേറെയാണ്. ഓക്കെ, അപ്പോൾ അത്രയധികം ഷെയർസ് നമ്മൾ ഒന്നിച്ച് വാങ്ങുകയോ ഒന്നിച്ച് വിൽക്കുകയോ ഒക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് കൂടുമ്പോൾ മാത്രമാണോ നമ്മൾ എടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, കുറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു അനുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയറിൻ്റെ പ്രൈസ് താഴോട്ട് പോകാനാണ് സാധ്യത എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സംഭവം നമുക്ക് ചെയ്യാൻ സാധിക്കും. ഫ്യൂച്ചേഴ്സിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇപ്പോൾ ഫ്യൂച്ചേഴ്സിൽ പോയി കളിക്കണമെങ്കിൽ നമുക്ക് മിനിമം 1 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിലേ ഫ്യൂച്ചേഴ്സിൽ ഇറങ്ങി കളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ 5000 രൂപ കൊണ്ടിട്ട് 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവരും എക്സൈറ്റ്മെൻറ്റോടെ കാത്തിരിക്കുന്ന ആ ഒരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ വരുവാണ്. അതാണ് ഓപ്ഷൻസ് എന്ന് പറയുന്ന രണ്ടാമത്തെ സംഭവം. ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കും. ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ബയ്യർക്ക് എക്സസൈസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, പക്ഷേ ഒബ്ലിഗേഷൻ ഇല്ല. ആ കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ തക്കാളിയുടെ വില 20 രൂപയാണ്. സെയിം എക്സാമ്പിൾ തന്നെ നമ്മൾ എടുക്കുകയാണ്. 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഇത് 100 രൂപയാകാനും സാധ്യതയുണ്ട്, ചിലപ്പം 10 രൂപയാകാനും സാധ്യതയുണ്ട്. 100 രൂപയ്ക്ക് തക്കാളി വിറ്റുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ 20 രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭമാണ്. ഇനി 10 രൂപയ്ക്കാണെങ്കിലോ ഓരോ കിലോ തക്കാളിയുടെയും പുറത്ത് നിങ്ങൾക്ക് 10 രൂപ നഷ്ടമാണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ വാങ്ങാതിരിക്കുന്നതാണ് ബുദ്ധി. ഇത് വാങ്ങാതെ ഇരുന്നിട്ട് നമ്മൾ പുറത്ത് മാർക്കറ്റിൽ, അതായത് 20 രൂപ കൊടുത്ത് വാങ്ങാതെ ഈ 10 രൂപയ്ക്ക് നമ്മൾ പുറത്ത് വാങ്ങുന്നതായിരിക്കും നമുക്ക് ആ ഒരു ടൈമിൽ ലാഭം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത്. ഇപ്പോൾ ഈ ഓപ്ഷൻസ് എങ്ങനെയാണ് വർക്കാകുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓപ്ഷൻസ് വർക്കാകുന്നത് ഇപ്പോൾ 20 രൂപയ്ക്ക് 3 മാസം കഴിഞ്ഞ് വാങ്ങിക്കൊള്ളാമെന്ന് പറയുന്ന എഗ്രിമെൻറ്റിൽ നിങ്ങളും കർഷകനും തമ്മിൽ എഗ്രി ചെയ്തുന്നു. നിങ്ങൾ ആ ഒരു എൻ്റർ ആകുന്നു. പക്ഷേ എൻ്റർ ആയി കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞിട്ട് ഈ തക്കാളി വിൽക്കുന്ന വില എന്താണെന്ന് നോക്കിയിട്ട് അതിനുശേഷം ആ തക്കാളി വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ആസ് എ ബയ്യർ നിങ്ങൾക്കത് തീരുമാനിക്കാം.
നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ എനിക്കിത് വേണ്ട, വില കുറഞ്ഞു, ഞാൻ വാങ്ങുന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്കത് ഒഴിവായി പോകാം. അങ്ങനെ ഒഴിവായി പോകുമ്പം ഓപ്ഷൻസിന് ഒരു നമ്മൾ പ്രീമിയം കൊടുക്കും, ഒരു അഡ്വാൻസ് തുക ഇനിഷ്യലി കൊടുക്കും ഫാർമറിന്. ആ ഒരു തുക മാത്രമേ നിങ്ങൾക്ക് നഷ്ടമാകുള്ളൂ. ഈ ഓപ്ഷൻ പ്രീമിയം ആയിട്ട് നിങ്ങൾ കിലോയ്ക്ക് 2 രൂപ വെച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കിലോയ്ക്ക് 2 രൂപ വെച്ചിട്ട് കൊടുക്കുമ്പം 1 കിലോയുടെ മാത്രം കാര്യം എടുക്കാം. നിങ്ങൾ 1 കിലോയ്ക്ക് 2 രൂപ കൊടുത്തു. ഇനി 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞിട്ട് തക്കാളിയുടെ വില 10 രൂപയായി. നിങ്ങൾ 20 രൂപയ്ക്ക് വാങ്ങിച്ചോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10 രൂപയാകുമ്പോൾ നിങ്ങളത് വാങ്ങിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ട്? 20 രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് എക്സസൈസ് ചെയ്യണോ വേണ്ടോ, നിങ്ങളുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ അത് വേണോ, അത് വാങ്ങണോ വേണ്ടോ എന്നുള്ള തീരുമാനിക്കാനുള്ള നിങ്ങളുടെ റൈറ്റ് എക്സസൈസ് ചെയ്യാം. നിങ്ങൾക്ക് പറയാം ഞാൻ തക്കാളി വാങ്ങുന്നില്ല, ഞാൻ ഒഴിവായി പോവുകയാണ്. നിങ്ങളങ്ങനെ ഒഴിവായി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ നഷ്ടം എന്താണെന്നറിയാമോ? 1 കിലോയുടെ പുറത്ത് ഒരു 2 രൂപ മാത്രമേ നഷ്ടമാകുന്നുള്ളൂ. ഫ്യൂച്ചേഴ്സിലാണെങ്കിലോ 1 കിലോയുടെ പുറത്ത് 10 രൂപ നിങ്ങൾക്ക് നഷ്ടമാണ്. ഇവിടെ 2 രൂപയെ നഷ്ടമാകുന്നുള്ളൂ. കർഷകനും നഷ്ടമൊന്നുമില്ല. കാരണം കർഷകനെ സംബന്ധിച്ചിടത്തോളം ഈ 2 രൂപ വെച്ചിട്ട് കൊടുത്ത് കിട്ടിയില്ലേ, ഇപ്പോൾ ഓപ്ഷൻ പ്രീമിയം കിട്ടിയില്ലേ, ആ ഒരു പ്രീമിയം എന്ന് പറഞ്ഞാൽ ലാഭമാണ് അല്ലേ? 1 കിലോയുടെ പുറത്ത് 2 രൂപ പുള്ളിക്ക് ലാഭമാണ്. നിങ്ങൾ തക്കാളി വാങ്ങുന്നില്ല, പുള്ളി വേറെ ആർക്കെങ്കിലും വിൽക്കാം. അപ്പോൾ രണ്ടാൾക്കും ബെനിഫിറ്റ് ആകുന്ന ഒരു പരിപാടിയാണ് ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ പ്രീമിയമായിട്ട് നമ്മൾ സെല്ലർക്ക് കൊടുക്കുന്ന പൈസ തിരിച്ച് കിട്ടുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഓപ്ഷൻസ് എന്നുള്ളത് ഈ എക്സ്പയറി ഡേ വരെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ട കാര്യമൊന്നും ഷെയർ മാർക്കറ്റില്ല. ഷെയർ മാർക്കറ്റിൽ സംബന്ധിച്ചിടത്തോളം ഷെയർസിലും ഓപ്ഷൻസ് ഉണ്ട്, അതേപോലെ ഇൻഡെക്സിലും ഓപ്ഷൻസ് ഉണ്ട്. ഇൻഡെക്സ് എന്ന് പറയുമ്പം NSEയുടെ ഇൻഡെക്സ് ഉണ്ട്, BSE ഉണ്ട്, അതേപോലെ ബാങ്ക് നിഫ്റ്റി ഉണ്ട്. ഇതൊക്കെ ഇൻഡെക്സാണ്. അപ്പോൾ ഇൻഡെക്സ് എന്താണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുമായിരിക്കും. നിഫ്റ്റി 50 എത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസം ഇങ്ങനെ മാർക്കറ്റിൽ പോകുന്ന കാണാൻ സാധിക്കും. അപ്പോൾ ഇൻഡെക്സ് വെച്ചിട്ട് അതിൻ്റെ പുറത്തും നമുക്ക് ഓപ്ഷൻസ് മേടിക്കാൻ സാധിക്കും. നിഫ്റ്റി ബാങ്ക് എന്ന് പറയുന്ന സംഭവമുണ്ട്, അതിൻ്റെ ഓപ്ഷൻസ് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ഓപ്ഷൻ ചെയിനാണ്. ഇതെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. ഇപ്പം നിലവിൽ നിഫ്റ്റി 50യുടെ ഒരു ഓപ്ഷൻ ചെയിനാണത്. ഇപ്പം നിഫ്റ്റി 50യുടെ വില ഏതാണ്ട് നിൽക്കുന്നത് 22,150 അടുത്താണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ വിചാരിക്കുന്നത് ഈ നിഫ്റ്റിയുടെ വില ഇനി ഫ്യൂച്ചറിൽ ഇതിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നിഫ്റ്റിയുടെ എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ 28 മാർച്ച് 2024 ഇന്ന് 27-ാം തീയതിയാണ്. അപ്പം നാളെയാണ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ്. നാളെ ഈ നിഫ്റ്റിയുടെ വില എന്താണ് ഇതൊക്കെ ആകുമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നുണ്ട്, വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ 50 പോയിൻ്റ് കൂടുമ്പോഴും ഇങ്ങനെ ഓരോ പോയിൻ്റ് ഉണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുക സ്ട്രൈക്ക് പ്രൈസ് എന്നാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള സ്ട്രൈക്ക് പ്രൈസ് ആണെങ്കിൽ 22,150. അപ്പോൾ നാളെ 22,200 ആകാം, 22,250 ആകാം, അങ്ങനെ അങ്ങേറ്റം 27,000 വരെ ഉണ്ട്. ഇങ്ങനെ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ 14,000 വരെ ഉണ്ട്. അപ്പോൾ ഈ 14,000 27,000 ഒന്നും നാളെ ഏതായാലും നിഫ്റ്റി ടച്ച് ചെയ്യത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നിലവിലുള്ള സ്ട്രൈക്ക് പ്രൈസ് ഏതാണോ അതിനെ നമ്മൾ വിളിക്കുന്നത് അറ്റ് ദ മണി എന്നാണ്. ഇപ്പോൾ ഈ അറ്റ് ദ മണിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു 4-5 സ്ട്രൈക്ക് പ്രൈസ് ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ. അപ്പോൾ ഈ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ട്രേഡിങ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ 22,100 എന്ന് പറയുന്ന ഒരു സ്ട്രൈക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിലും എന്തൊക്കെയോ ഉണ്ട്, റൈറ്റ് സൈഡിലും എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നു നാളെ 22,100-നെക്കാളും കൂടിയ വിലയിലായിരിക്കും, കൂടിയ രീതിയിലായിരിക്കും നിഫ്റ്റി പോയിട്ട് അവസാനിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറയുന്നവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ നിഫ്റ്റിയുടെ 22,100 സ്ട്രൈക്ക് പ്രൈസിലുള്ള ഓപ്ഷൻസിൻ്റെ കോള് ബൈ ചെയ്യും. ഇതിന് നമ്മൾ കോൾ ഓപ്ഷൻ എന്നാണ് പറയുന്നത്. ഈ ഓപ്ഷൻസ് പറയുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള ഓപ്ഷൻസ് ആണുള്ളത്. ഷെയറിൻ്റെ പ്രൈസ് കൂടുമെന്നുള്ള അഭിപ്രായമുള്ളവർ കോൾ ഓപ്ഷനാണ് പർച്ചേസ് ചെയ്യുക. ഷെയറിൻ്റെ പ്രൈസ് കുറയുമെന്ന് ധാരണയുള്ളവർ പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ 22,100 രൂപയിൽ കൂടും എന്ന ധാരണയാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ ബൈ ചെയ്യാൻ പോകുന്നത് കോൾ ഓപ്ഷനാണ്. ഇപ്പോൾ 22,100 സ്ട്രൈക്കിൻ്റെ സ്ട്രൈക്ക് 22,100 ഇതിൻ്റെ ഓപ്ഷൻ്റെ കോളിൻ്റെ ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 37 രൂപയാണ്. 37 രൂപ ഒരു ഓപ്ഷൻ്റെ വിലയാണ് 37 രൂപ. അങ്ങനെ ഇതിൻ്റെ മിനിമം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ലോട്ട് സൈസ് എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പോൾ 50 × 37 ആണ്. അത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ലോട്ട് വാങ്ങാം. അപ്പോൾ ഇതിൻ്റെ ഒരു ലോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ 22,100 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ലാഭം കിട്ടും. മാത്രമല്ല ഈ 37 രൂപ എന്നുള്ളത് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ പ്രൈസിനെ സ്വാധീനിക്കുന്ന കുറേയധികം ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഇപ്പം കോളും പുട്ടും എന്താണ് എന്നുള്ള കാര്യം ഒരു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിലെ ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണി, അറ്റ് ദ മണി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് നോക്കാൻ സാധിക്കും. ഇപ്പോൾ ബേസിക്കായിട്ട്
നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഷെയറിൻ്റെ പ്രൈസ് ചിലപ്പം കുറയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കൂടാൻ സാധ്യതയുണ്ട്. കൂടുവാണെങ്കിൽ നമ്മൾ ബൈ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കോൾ ഓപ്ഷൻസാണ്. കുറയാൻ പോവുകയാണെങ്കിൽ നമ്മൾ ബൈ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പുട്ട് ഓപ്ഷൻസാണ്. അപ്പോൾ പുട്ട് ഓപ്ഷൻസ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഷെയറിൻ്റെ പ്രൈസ് കുറയുമ്പം നമുക്ക് ലാഭം വരും. കോൾ ഓപ്ഷൻസ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഷെയറിൻ്റെ പ്രൈസ് കൂടുമ്പോൾ നമുക്ക് ലാഭം കിട്ടും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതാണ് LTP എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് ഒരു എണ്ണത്തിൻ്റെ പ്രൈസ് 25 പൈസ മുതൽ ഇങ്ങനെ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് 4815 രൂപ വരെ വിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് വേരിയേഷൻ വരുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പതുക്കെ മനസ്സിലാക്കാം. ഇപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും നമുക്ക് സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.